ABS ഇല്ല, എയർ ബാഗ് ഇല്ല, EBD ഇല്ല, ESP ഇല്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്ത വണ്ടിയാണ് ഇത്. വണ്ടികളെ കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവും ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് വണ്ടി ഉണ്ടോന്ന്. അപ്പൊ ഇതാണ് എന്റെ വണ്ടി, ഹ്യുണ്ടായിയുടെ ഐട്ടൺ ആണ്. പണ്ട് നിങ്ങളെ വണ്ടി കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ 2026 യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഐട്ടൺ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കോ, അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് വരാൻ ചാൻസ് ഉണ്ടോ, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കണ്ടേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എഞ്ചിൻ റൂം. ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ 2 എഞ്ചിൻ ആണ്. അതായത് 81 bhp 110 തന്നെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹ്യുണ്ടായിയുടെ ബെസ്റ്റ് എഞ്ചിൻ എന്ന് വേണം പറയാൻ. ഞാൻ പിന്നെ എഞ്ചിൻ റൂം ഒന്നും വാഷ് ചെയ്യാറൊന്നുമില്ല, കാരണം വെള്ളമൊക്കെ ഈ പരിസരത്തൂടെ പോയിട്ടുണ്ട്, പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന സാധനമാണ് ഈ ഹ്യുണ്ടായിയുടെ എഞ്ചിൻ എല്ലാം തന്നെ. പിന്നെ ഇത് ഹെഡ്ലൈറ്റിന്റെ ഫോഗ് ലൈറ്റിന്റെ ഒക്കെ വയറിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പോയേക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ നോക്കാം. ആദ്യം തന്നെ ഇവന്റെ ലുക്കിനെ കുറിച്ച് നോക്കിയേക്കാം. പക്ഷെ ഈ ലുക്ക് നോക്കിയിട്ട് നേരെ ഐട്ടൺ എടുക്കാൻ വേണ്ടി പോയേക്കല്ലേ, കാരണം ഈ ഒരു ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അധികം വർക്ക് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നതെന്നുള്ളത്. അതായത് നേരത്തെ സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു, ഹെഡ്ലൈറ്റ് ഒക്കെ നോർമൽ ആയിരുന്നു, ഫോഗ് ലൈറ്റ് ഇല്ലായിരുന്നു, അങ്ങനെ കുറെ അധികം മാറ്റങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇവന്റെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവന്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. കാരണം ഏകദേശം 30,000 രൂപ മുടക്കിയിട്ടാണ് ഈ കാണുന്ന ലെവലിലോട്ട് ഇവനെ എത്തിച്ചേക്കുന്നത്. വണ്ടിയെ വരുന്ന ഹെഡ്ലൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. LED ഇട്ടിട്ട് പോലും ഒരു തേങ്ങ കാണത്തില്ലാത്ത രീതിയിലാണ് അന്ന് ഞാൻ കൊണ്ടുവരുന്നത്. ഇതിപ്പോ നമ്മൾ HID by LED പ്രൊജക്ടർ ആണ് ഇതിന്റെ അത് കയറ്റിയേക്കുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ലാത്ത വേരിയന്റ് ഇത്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബമ്പർ ലിപ്പ് ഒക്കെ പഴയ i20 ചെയ്തേക്കുന്നത്, അത്യാവശ്യം ഷോറൂമിലൊക്കെ കിട്ടുന്ന സാധനം തന്നെ അതും. മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വിൻഷീൽഡാണ് വന്നേക്കുന്നത്. വൈപ്പറൊക്കെ ആണെങ്കിലും കുറച്ച് പുറത്തേക്ക് നിൽക്കുവാണെങ്കിലും അത്ര അരോചകമൊന്നുമല്ല. അതുപോലെ ഞാൻ ഇതിൽ 75% വിസിബിലിറ്റി വരുന്ന ആന്റി ഗ്ലെയർ ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ റെഡിനകത്ത് ഒരു ബ്ലാക്ക് വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇവന്റെ അലോയി ആണ്. ടയർ സൈസ് ഇപ്പൊ 175/65 R14 വന്നേക്കുന്നത്. അതായത് 13 ഇഞ്ചിനെ 14 ആക്കിയിട്ട് കുറച്ച് വീതിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ എന്റെ കണ്ണിൽ നല്ല ലുക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഐട്ടൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ സൈഡിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടും പറയേണ്ടത് ഇവന്റെ ടയർ മാറിയപ്പോഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് 190 വരെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലെ ഗ്ലാസ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറും ആണ് വരുന്നത്. അകത്തെ കാര്യങ്ങൾ നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പറയാവേ. ബാക്കിലെ ഡോർ ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ തുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കയറി ഇറങ്ങുന്നതിന്റെ കാര്യത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലുക്ക് വരുന്നുണ്ട്. ബാക്കിലാണെങ്കിലും വൈപ്പറും ഡീഫോഗറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഐട്ടന്റെ ബാഡ്ജ് വരുന്നുണ്ട്. താഴെയാണെങ്കിലും സ്പോർട്സ് വേരിയന്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പഴാണെങ്കിലും ഹ്യുണ്ടായിയുടെ കൊടുത്തിട്ടുണ്ട്. താഴെയാണെങ്കിലും 1.2 ലിറ്റർ എഞ്ചിന്റെ ആ ഒരു നോട്ടിങ്ങും വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. പിന്നെ സ്പോയിലറൊക്കെ ഉണ്ടായിട്ട് കുറച്ചും കൂടെ നല്ലതാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. ഇത് ശരിക്കും 225 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ്. പക്ഷെ ഞാൻ സബ് ഗേറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് ഒന്നും ഇപ്പൊ ഇതിനകത്തില്ല. നിങ്ങൾ അണ്ടർ സബ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്നും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇനി അകത്തെ കാര്യം കൂടെ നോക്കാവേ. അപ്പൊ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇവന്റെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. ഇതിന്റെ അകത്ത് അനലോഗും പിന്നെ കൂടാതെ ഒരു ചെറിയ ഡിജിറ്റൽ മീറ്ററും കൂടെ വരുന്നുണ്ട്. ഇതിപ്പോ 82,000 കിലോമീറ്റർ ആണ് ആയേക്കുന്നത്. പിന്നെ ഇവന്റെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ AC ആണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് AC ഉള്ളത് ഈ വണ്ടി തന്നെ ആയിരിക്കും. ഇപ്പത്തെ വണ്ടികൾ നോക്കിയാൽ പോലും ഏതാണ്ട് സെയിം ആയിട്ട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന AC ഉള്ള സാധനം കൂടെയാണ് ഇത്. പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. അത്ര ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ സിറ്റിനേക്കാളും കൂടുതൽ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും. എത്ര കാലം കൊടുത്തു പോയാലും ഒട്ടും കോൺഫിഡൻസ് കുറയത്തില്ല. അതാണ് ഇവന്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഇതിനൊരു സാധാ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ പിന്നെ ബ്ലൂടൂത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. CD, FM, AM, ഓക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡിവൈസ് വേണം യൂസ് ചെയ്താൽ മതി. ഈ സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ക്രസ്റ്റിന്റെ ബ്ലൂടൂത്തിന്റെ ഡിവൈസ് ആണ് ഈ സാധനം. പിന്നെ നമുക്ക് ഓക്സ് അല്ലെങ്കിൽ പെൻഡ്രൈവ് ഒക്കെ ഇവിടെ വേണേൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ പിടിക്കുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. പിന്നെ ഇന്റീരിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല കളറിലാണ് വരുന്നത്. ഇവിടെ ഒരു കളർ വരുന്നുണ്ട്, ഇവിടെ ഒരു കളർ വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡ് ആണെങ്കിലും 2 കളറിലാണ് വരുന്നത്. പിന്നെ താഴോട്ടാണെങ്കിലും സ്പീക്കറിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയന്റിൽ 4 ഡോറിൽ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മൾ വേറെ ചെയ്തേക്കുന്ന ആയതുകൊണ്ട് തന്നെ ചെറിയ ക്ലാരിറ്റിക്ക് കുറവുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കേസ് പറഞ്ഞാൽ ഒറിജിനൽ സാധനം ശരിക്കും പറഞ്ഞ ഒരു മെലിഞ്ഞിട്ടായിരിക്കുന്നത്. പിന്നെ ഞാനിതിൽ സ്റ്റിയറിംഗ് കവറും കൂടെ ചെയ്തപ്പോഴാണ് ഓടിക്കുന്നതിന്റെ ഒരു സുഖം കിട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിൽ വെക്കാൻ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ടിലാണ് ഇത് കുത്തിയിട്ടേക്കുന്നത്. അങ്ങനെ 2 12 വോൾട്ടിന്റെ സംഭവം വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡിന്റെ അകത്താണെങ്കിലും ചെറിയ സ്പേസ് വരുന്നുണ്ട്.
അത് ഗ്ലോ ബോക്സ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ താണ്ട് ഈ കാണുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ സീറ്റ് കയറ്റിട്ടേക്കുവാണ്. കാരണം ബാക്കിലത്തെ സ്പേസ് ഞാൻ ഇരുന്നതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കണമല്ലോ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഇതിന്റെ 4 ഡോറും പവർ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ബാക്കിലോട്ട് കൂടെ നമുക്ക് പോയി നോക്കാം. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം 3 വലിയവർക്കാണെങ്കിൽ കുറച്ച് ടൈറ്റ് തന്നെ ആയിരിക്കും. താണ്ടെ ഈ സ്പേസ് ആണ് വരുന്നത്. ഒരു 2 വിരലിന്റെ ഗ്യാപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. 2 വലിയവരും ഒരു കുട്ടി എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോവാം. ഇനിയിപ്പോ ടൈറ്റ് ആയിട്ട് പോകാനാണെങ്കിൽ 3 പേർക്ക് പോവാം. പക്ഷേ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇച്ചിരി മടുപ്പായിരിക്കും. പിന്നെ ഹെഡ് റൂമിന്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഒരു വിഷയമില്ലാത്ത കാര്യം കേട്ടോ. പിന്നെ സീറ്റ് കവറൊക്കെ ഞാൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ പോക്കറ്റ് ഒക്കെ വരുന്നത്. കാരണം വണ്ടിയെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോത്തിന്റെ സംഭവമാണ്, പോക്കറ്റ് സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. പിന്നെ ബാക്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇല്ലെങ്കിലും ബാക്കിലോട്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡോറിലാണെങ്കിലും സ്പീക്കർ വരുന്നുണ്ട്. ഹാൻഡിലാണെങ്കിലും ക്രോമിയ ഫിനിഷിംഗ് ആണ് വരുന്നത്. പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്. പിന്നെ ബാക്ക് ഡോറിന് പ്രത്യേകിച്ച് സ്പേസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതായത് ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. പകരം നമുക്ക് ബോട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ വെച്ചാലും മതി. പിന്നെ ബാക്കിൽ ഇങ്ങനെ പറയത്തക്ക സംഭവങ്ങളൊന്നും ഇല്ല. ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് വണ്ടിയുടെ കംപ്ലൈൻസിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഇനിയിപ്പോ നമുക്ക് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്സ് എന്തൊക്കെ വരാം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് 2026 ഈ ഒരു ഐട്ടൺ എടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം വണ്ടി ഓടിക്കുന്നതിന്റെ ആ ഒരു സംഭവം കൂടെ നമുക്ക് പറഞ്ഞു തരണമല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു 2026 ഒരു യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഒരു ഐട്ടൺ എടുക്കുമ്പോൾ, അതായത് ഐട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വില കുറഞ്ഞ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. പക്ഷേ പലരും പറഞ്ഞൊരു സംഭവമാണ് ഈ ഐട്ടൺ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ചെറിയ വണ്ടിയല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ ഉള്ള മോഡലാണ് എടുക്കുന്നെങ്കിൽ, അതായത് 1.1 വരുന്നുണ്ട്, 1.2 വരുന്നുണ്ട്. ഇത് കാപ്പ എഞ്ചിനാണ്, അതായത് 4 സിലിണ്ടർ വരുന്ന കാപ്പ എഞ്ചിൻ മോഡലാണ്. അപ്പൊ ഈ ഒരു മോഡൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ പണി വരും. ഇതൊരു ചെറിയ വിലക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പൈസ മുടക്കി പണിയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു നല്ല കാര്യമായിരിക്കുമല്ല. അപ്പൊ നമ്മൾ ഐട്ടൺ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ കുറച്ച് പൈസയിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു വണ്ടിയാണ്, 4 സിലിണ്ടർ മോഡലാണ്. സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു പവർ ഈ ഒരു എഞ്ചിനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കി ഓടിച്ചില്ലെങ്കിൽ മൈലേജ് കിട്ടില്ല. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഒട്ടും മൈലേജ് ഇല്ലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് പറപ്പിച്ചടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് സ്പീഡും അല്ലെങ്കിൽ RPM കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേക്കാണെങ്കിൽ ഒരു 16, 17 അത്ര വിലയൊക്കെ മാക്സിമം എനിക്ക് പോയിട്ടുണ്ട്. എന്നാലും ലോക്കലോട്ടോ ആണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 15 അടുത്തൊക്കെ എനിക്ക് വരുന്നുണ്ട്. 15 എന്ന് വെച്ചാലും ഇപ്പൊ AC ആണെങ്കിൽ ഈ പറയുന്ന 13 കൂട്ടിയാച്ചാൽ മതി. AC ഇല്ലെങ്കിൽ ഒരു 15. ഓക്കെ, അപ്പം മൈലേജ് ആണ് നമ്മുടെ മെയിൻ സംഭവം. അതായത് കറക്റ്റ് ആയിട്ട് നോക്കി ഓടിച്ചുള്ള, ചുമ്മാ പറപ്പിച്ചടിക്കുക, ചറവറ ഗിയർ ഇടുക, ചുമ്മാ ആക്സിലേറ്റർ അങ്ങനത്തെ ചവിട്ടി പോവുക, അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മൈലേജിന്റെ നല്ല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത മെയിൻ സംഭവം എന്ന് പറയുന്നത് എല്ലാ വണ്ടികൾക്കും വരുന്നതാണ്. അതായത് ഐട്ടണ്, ഇയോണ്, സാൻഡ്രോ, i20, വെർണ, അതായത് പഴയ ടൈപ്പ് എല്ലാ വണ്ടിക്കും വരുന്ന പ്രശ്നമാണ് ഇവന്റെ സൈലൻസർ. അതായത് സൈലൻസർ എങ്ങനെ വന്നാലും ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പടപടാന്ന് പോയിക്കൊണ്ടിരിക്കുക. അതായത് പെട്ടെന്ന് തുരുമ്പ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഈ സാധനം പോകും. അപ്പൊ ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഒരു 2-3 തവണ ഞാൻ വെൽഡ് ചെയ്തു. വെൽഡിങ്ങിന് തന്നെ എനിക്ക് ഒരു 17,000 രൂപ എനിക്ക് പോയിട്ടുണ്ട്. ഓരോ തവണ വെൽഡ് ചെയ്യുമ്പോൾ 2,000, 3,000 ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ട് ഏകദേശം ഒരു 17,000 രൂപ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ സൈലൻസറിന്റെ വിലയുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത്. അതായത് പുതിയത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 12,000 രൂപ സൈലൻസറിന് വരുന്നുണ്ട്. അതായത് 2 പീസാണ് വരുന്നത്. അപ്പൊ 2 പീസ് നമുക്ക് മാറുന്നതിന് ഏകദേശം ഒരു 12,000 രൂപ വരും. പക്ഷേ നോൺ ജെന്യുവൻ ആയിട്ടുള്ള സാധനം ഏകദേശം ഒരു 8,000 രൂപ കിട്ടും. ഞാനിപ്പോ അത് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവമാണ്, അതായത് നോൺ ജെന്യുവൻ ആയിട്ടുള്ള സാധനം. അപ്പൊ അതാണെങ്കിൽ ഈ പറയുന്ന വെൽഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പൈസ കളയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനം. കാരണം പ്രത്യേകിച്ച് പവർ ലോസോ അല്ലെങ്കിൽ മൈലേജിന് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈലൻസറിന് വരുന്നില്ല. ഇപ്പം ജെന്യുവൻ അല്ലെന്ന് പറഞ്ഞാലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ സൈലൻസറാണ് മെയിൻ ആയിട്ട് ഇതിന് വരുന്ന കംപ്ലൈന്റ്. അത് i10 മാത്രമല്ല, i20 ആണെങ്കിലും വെർണ ആണെങ്കിലും സാൻഡ്രോ ആണെങ്കിലും ഈ ഒരു പ്രശ്നം എന്തായാലും വന്നേ പറ്റും. അപ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇവന്റെ ക്ലച്ചാണ്. അതായത് ഓട്ടം കുറവാണെങ്കിൽ ഇവന്റെ ക്ലച്ചിന് പെട്ടെന്ന് പണി വരും. എന്ന് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓട്ടം കുറവാണെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് ടൈറ്റ് ആയി പോകും. ടൈറ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാലുവേന വരും.
അതായത് മുട്ടിനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചവിട്ടി താഴ്ന്നതിന്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരും. അതല്ല ഇപ്പം ഹൈവേയിലൊക്കെ അല്ല മറ്റേ സിഗ്നലൊക്കെ ഉള്ള ടൈമിലും അല്ലെങ്കിൽ ട്രാഫിക് ജാം ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി അത്രയും മൂവ്മെന്റ് വരത്തില്ല. പക്ഷെ അതേസമയം ക്ലച്ചിൽ നിന്ന് ശരിക്കും വിട്ട് കഴിയുമ്പോൾ വണ്ടി ഒരു ചാടി പിടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊരു കൺട്രോൾ പോകുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു ചാട്ടം വരും. അതായത് തൊട്ട് ബാക്കിലായിട്ട് ഏതെങ്കിലും വണ്ടിയുടെ ഇതിൽ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ഞാനീ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഓട്ടം കുറവാണല്ലാണ്. ഇപ്പം ഡെയിലി നമുക്ക് ഓട്ടം ഉണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടം ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലച്ചിന് കംപ്ലൈന്റ് വരും. പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വീൽ സിലിണ്ടർ ആണ്. വീൽ സിലിണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡ്രമ്മും ആണ് വരുന്നത്. അപ്പം ബാക്കിലെ ഡ്രമ്മിന്റെ അകത്ത് തന്നെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഓട്ടം കുറവാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ ബ്രേക്ക് സിലിണ്ടർ ഒന്ന് ഊരി നോക്കുക. അതായത് നോർമൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ ചെല്ലുവാണെങ്കിൽ ബ്രേക്ക് ഓവറോളിംഗ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ബാക്കിലത്തെ ബ്രേക്കിന്റെ കംപ്ലീറ്റ് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് നമ്മുടെ ബ്രേക്ക് ഷൂവിന്റെ 2 സൈഡിലേക്ക് തള്ളുന്ന നമ്മുടെ ഒരു പാർട്സ് ആണ് വീൽ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം പെട്ടെന്ന് സ്റ്റക്ക് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡിൽ പ്രഷർ കൂടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വൺ സൈഡിലെ ബൂട്ടൊക്കെ പൊട്ടിയിട്ട് അതിന്റെ അകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് വരാനും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രേക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ബാക്കിലത്തെ ബ്രേക്കിലാണ് ഈ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ആയതുകൊണ്ട് വീൽ സിലിണ്ടർ വരുന്നില്ല. അപ്പൊ ബാക്കിൽ ഈ ഒരു കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ റൂമിന്റെ കേസും കൂടെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം വണ്ടി വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എഞ്ചിൻ റൂം തുടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിന്റെ അകത്ത് പക്ഷെ തുടക്കുക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ്സ് വരും. ഇപ്പം ഏത് വണ്ടിയാണെങ്കിലും എഞ്ചിൻ റൂം വാഷ് ചെയ്യുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അതായത് നമുക്ക് ഒരിക്കലും എഞ്ചിൻ റൂം വാഷ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. വാഷ് ചെയ്യാറുണ്ട്, മറ്റേ ഈ പവർ വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു റിസ്ക് പിടിച്ച സംഭവമാണ്. പ്രത്യേകിച്ച് ഐട്ടണ് കംപ്ലൈന്റ് ചുമ്മാ വെള്ളം സൈഡിൽ കൂടെ പോയാൽ പോലും വരും. അപ്പൊ ആ ഒരു കാര്യം എന്തായാലും മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് വണ്ടി ഒന്ന് ഇവിടെ തിരിക്കാം. ഇപ്പൊ നമ്മള് സംസാരിച്ച് കുറച്ചിങ്ങ് പോന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ യൂസ്ഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐട്ടന്റെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ റേഞ്ചിൽ നല്ല വണ്ടികളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നോക്കി നടന്ന വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് അതും കിട്ടാനുണ്ട്. ഇപ്പം മറ്റേ ടെസ്റ്റ് ഒക്കെ ആണെങ്കിലും ഏകദേശം ഒരു 2 വർഷം ബാലൻസ് ഉള്ള രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ വരും. ഇപ്പൊ എന്റെ വണ്ടിയാണെങ്കിലും ഞാൻ എടുത്ത സമയത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ എത്ര 1.90 കണ്ടാണ് വന്നത്. 1.90 ശേഷം ഞാൻ നമ്മുടെ പുറമെ കാണിച്ച പോലെ തന്നെ അലോയി, അതുപോലെ ഹെഡ്ലൈറ്റ്, അങ്ങനെ കുറെ വർക്കുകളൊക്കെ ചെയ്തപ്പം എന്നെ സംബന്ധിച്ച് ഈ വണ്ടിക്ക് അത്യാവശ്യം ഒരു വിലയുള്ള രീതിയിലോട്ട് എത്തി. അതായത് ഞാൻ പണിതെന്റെ വെച്ചിട്ടും മുടക്കേന്റെ വെച്ചിട്ടുമാണ് ഈ പറയുന്നത്. ഏകദേശം ഇപ്പൊ ഒരു 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടിക്ക് ഇപ്പൊ എന്റെ കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ വണ്ടിക്ക് വാല്യൂ ഇപ്പൊ ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ വണ്ടി വിറ്റാൽ അത്രയും കിട്ടില്ല. അതാണ് വേറൊരു കാര്യം. അതായത് റീസെയിൽ വാല്യൂ ഇവന് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഇപ്പൊ ഒരു ചെറിയ വിലക്ക് ഒരു ഫാമിലി കാറാണ് നോക്കുന്നെങ്കിൽ ഐട്ടൺ എന്തുകൊണ്ടും ബെസ്റ്റ് ആണ്. കാരണം ഇപ്പം നോക്കി നടത്തുകയാണെങ്കിൽ മൈലേജിന് വിഷയമില്ല. പിന്നെ സർവീസിന്റെ കേസാണെങ്കിലും ഡെയിലി ഓടിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഓട്ടോ ഉള്ള ആൾക്കാർക്കാണെങ്കിലും സർവീസിന്റെ കേസിലും വലിയ കുഴപ്പമില്ല. പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഷോറൂമിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ നോർമൽ സർവീസിന്റെ തന്നെ ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4000 രൂപ റേഞ്ചിലോട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുത്ത് ചെയ്യേണ്ട കേസില്ല. കാരണം പാക്കേജ് എടുത്ത് ചെയ്യേണ്ട കേസൊന്നുമില്ല. ലോക്കൽ വർക്ക്ഷോപ്പിൽ ജസ്റ്റ് ഓയിൽ ഫിൽട്ടർ മാറിയാൽ തന്നെ വണ്ടിയുടെ പകുതി കാര്യം തീർന്നു. കാരണം അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരുന്ന വണ്ടിയൊന്നും അല്ല ഇത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. അതായത് സേഫ്റ്റി റേറ്റിംഗ് അന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. എയർ ബാഗ് ഇല്ല, ABS ഇല്ല, EBD ഇല്ല, ESP ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഐട്ടണേഴ്സ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിൽ എടുത്തോ, ഓട്ടോ ഇല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓടാതിരിക്കുമ്പോഴാണ് ഇവന് കൂടുതലും കംപ്ലൈന്റ്സ് വരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് ഹൈവേ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് പോകാനാണെങ്കിലും കുഞ്ഞ് ഇതാണെങ്കിലും എങ്ങനെ പോയാലും ഒട്ടും മടുപ്പ് ഫീൽ ചെയ്തില്ലോട്ടോ ഈ വണ്ടിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സീറ്റിന്റെ ഇതാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിയറിംഗിന്റെ ഇതുകൊണ്ടാണെങ്കിലും എന്തുകൊണ്ടും എനിക്ക് ഓക്കെയാണ്. വേറെ അങ്ങനെ ഒരു വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ അന്നത്തെ കാലത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ബ്ലൂടൂത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ബ്ലൂടൂത്തിന്റെ പറയാൻ പറ്റില്ല. പക്ഷെ ഇവന്റെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്, പക്ഷെ ഇതിനില്ല. പക്ഷെ ബ്ലൂടൂത്തിന്റെ വേറെ ഡിവൈസും കാര്യങ്ങളും കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ ഇതൊക്കെയാണ് ആ സമയത്തെ ഒരു വണ്ടി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടി വെച്ച് നോക്കുവാണെങ്കിൽ ഇവൻ എന്തുകൊണ്ടും ബെറ്റർ ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഓടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റ് മോഡലാണ്. അതായത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടീനേക്കാളും കുറച്ചും കൂടെ ലുക്കിന്റെ കേസിൽ ചേഞ്ച് ആക്കിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പൊതുവെ ഇഷ്ടം ഫേസ് ലിഫ്റ്റ് ആണ്. പഴയനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെ വേണം പറയാൻ. പിന്നെ ചിലർ പറയുന്ന പോലെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഓടിക്കാവുള്ളൂ എന്നൊന്നും ഇല്ല. കാരണം ഇത്രയും നല്ലൊരു എഞ്ചിൻ ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ആണുങ്ങൾക്കാണ് പൊതുവെ ഇച്ചിരി കൂടെ
നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവനിപ്പോ ആണെങ്കിലും എനിക്ക് തോന്നുന്നു 0 to 100 ഞാൻ അതിനെ എടുത്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഐട്ടൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് 0 to 100 ഇങ്ങനെ പറപ്പിച്ചെടുത്ത് നോക്കാനാണെങ്കിൽ ഏകദേശം 10-11 സെക്കൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറപ്പിച്ചടിച്ച് പോയി അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാലും പറപ്പിക്കാനാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു റേഞ്ചിലോട്ട് നമുക്ക് 0 to 100 എത്തിക്കാനും പറ്റും. പിന്നെ ബ്രേക്ക് ഒക്കെ ആണെങ്കിലും കണ്ടീഷനായിട്ട് കൊണ്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ചവിട്ടിയെടുത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഞാൻ എന്റെ ഫസ്റ്റ് വണ്ടിയാണിത്. അപ്പം ഞാനിത് എടുത്തു, ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. എനിക്ക് 2 വർഷമായിട്ടും പ്രത്യേകിച്ച് മടുത്ത കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തുടക്ക സമയത്ത് കുറച്ച് മൈലേജിന് വിഷയം വന്നായിരുന്നു. അത് ഞാൻ ഈ പറയുന്ന പോലെ നേരത്തെ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നിട്ട്, അല്ല ഇത് വലിയ വണ്ടിയാണെന്നല്ല, എന്നാലും എഞ്ചിന്റെ കാര്യത്തിൽ ഈ 1800 ഓൾട്ടയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഒരു 1.2 ലിറ്റർ എഞ്ചിനിലോട്ട് വന്നപ്പോൾ അതിന്റെ വ്യത്യാസം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഓടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കുറച്ച് മൈലേജിന്റെ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവന്റെ ഒരു കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്ക് സംബന്ധിച്ചുള്ളതാണ്. അതായത് ഇവന്റെ ബോൾ ജോയിന്റ് ചിലപ്പം പ്രശ്നം വരാം, അല്ലെങ്കിൽ ഷോക്ക് പ്രശ്നം വരാം. ഓട്ടം കുറവാണല്ലാണ്. ഓട്ടം ഉണ്ടെങ്കിൽ ഒരു വിഷയമില്ല. കാരണം ഓട്ടം കുറവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഷോക്ക് ചിലപ്പോൾ സ്റ്റക്ക് ആവും, ബോൾ ജോയിന്റ് ടൈറ്റ് ആവും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കട്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കടകടകടകടാന്നുള്ള സൗണ്ട് വരും. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് നോക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഷോക്കിന്റെ മുകളിൽ ഒരു റബ്ബർ പീസ് വരുന്നുണ്ട്. അതും പെട്ടെന്ന് ടൈറ്റ് ആവും. അതും ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റീപ്ലേസ് ചെയ്യേണ്ട വരുമല്ല. പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റബ്ബർ പീസ് വെച്ചിട്ട് ഷോറൂമിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഏകദേശം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ റേഞ്ചിലോട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ വല്ല ബോൾ ജോയിന്റിന് വർക്കൊക്കെ വരുവാണെങ്കിൽ ഏകദേശം ഒരു 10-2000 രൂപ റേഞ്ചിലോട്ട് അതിന്റെ വർക്ക് വരുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഐട്ടന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഐട്ടൺ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു സംഭവം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ കണ്ട വീഡിയോ വെച്ചിട്ടാണല്ലേ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേരെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് വണ്ടിയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അതും കൂടെ ചെയ്തുതരാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.